നസ്കർ ഒഴിഞ്ഞുപോയ ഇടതു ഭരണം ഒരു തട്ടിപ്പ് ഭരണമായിരുന്നു. 1 രൂപ സംസ്ഥാന ഖജനാവിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വളഞ്ഞ വഴിയിലൂടെ കടം വാങ്ങുക, അത് പൊതുഖജനാവിൽ എത്തുന്നതിന് മുൻപോ എത്തിക്കഴിഞ്ഞു ദൂർത്തടിക്കുക, കടം വാങ്ങി തറവാട് ഇല്ലാതാക്കുക, അതിന് വിഹിതം കമ്മീഷനായി അടിച്ചു മാറ്റുക, ഇതെല്ലാം മറച്ചു വയ്ക്കാൻ കടമെടുത്ത പണം കൊണ്ട് PR അഭ്യാസം നടത്തുക. പക്ഷേ നാട് മുങ്ങിപ്പോവാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിച്ചതുകൊണ്ട് നാണം കെട്ട തോൽവി സമ്മാനിച്ച് ആ ഭരണകൂടത്തെ പുറത്തിറക്കി. ഇറങ്ങിപ്പോകാൻ നേരത്തും അവർ നുണ പറഞ്ഞു. ഖജനാവിൽ 4000 കോടി രൂപ ബാക്കിയുണ്ടെന്ന്. പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നും ഇനി ഒരു വിധത്തിൽ അടിത്തറ ശരിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ തെളിവ് സഹിതം പറയുന്നു. ഇവരുടെ ഭരണത്തിന്റെ പരാജയപ്പെട്ട സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ സപ്ലൈകോ എന്ന് പറയുന്ന അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു സർക്കാർ ഏജൻസിയുടെ അവസ്ഥ മാത്രം നോക്കണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 4601 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് സർക്കാർ കൊടുക്കാനുള്ളത്. സപ്ലൈകോ ഉത്പാദകരിൽ നിന്നും സാധനം വാങ്ങിയതിൻ്റെ കടം മാത്രം 500 കോടിയോളം കൊടുത്തു തീർക്കാനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 432 കോടി 23 ലക്ഷം രൂപ. ബാക്കി കടം മുഴുവൻ വിവിധ ബാങ്കുകളിൽ നിന്നും ഈ സംവിധാനത്തെ നിലനിർത്താനെടുത്ത കടമാണ്. 4601 കോടി രൂപ കൊടുത്തു തീർക്കാനുള്ളപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ സപ്ലൈകോയ്ക്ക് സർക്കാർ കൊടുത്തത് 1813 കോടി മാത്രം. രാജു വാഴക്കാല എന്ന വിവരാവകാശ പ്രവർത്തകൻ അപേക്ഷ കൊടുത്തപ്പോൾ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരങ്ങളാണിത്. വിവരാവകാശ പ്രവർത്തകനായ MD തോമസിന് കിട്ടിയ വിവരമനുസരിച്ച് മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റായി പിണറായി വിജയൻ അമേരിക്കയിൽ പോയ വകയിൽ മാത്രം 1,35 ലക്ഷം രൂപ എഴുതിയെടുത്തിട്ടുണ്ട്. വിമാന ടിക്കറ്റും മറ്റ് ട്രീറ്റ്മെൻറ്റ് ചെലവുകളും ഒക്കെ വേറെ. ഇത്തരത്തിൽ ധൂർത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇവർ ചെയ്തിരുന്നില്ല. ഇങ്ങനെ ഏറ്റവും അധികം അഴിമതി നടന്ന, ഏറ്റവും അധികം തട്ടിപ്പ് നടന്ന ഒരു ഏരിയ ആരോഗ്യവകുപ്പായിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ പേരിൽ പറഞ്ഞിരുന്നത് മുഴുവൻ നുണക്കഥകളായിരുന്നു. വലിയ അഴിമതി ആരോഗ്യവകുപ്പിൽ നടന്നു. അത് വീണ ജോർജിൻ്റെ കാലത്ത് മാത്രമല്ല, ശൈലജ ടീച്ചറിൻ്റെ കാലത്തും അഴിമതിയും തട്ടിപ്പും നടന്നു. വീണ ജോർജിൻ്റെ കാലത്താണ് ഈ നാണക്കേട് പുറത്തു വന്നതെന്ന് മാത്രം. ശൈലജ ടീച്ചറിൻ്റെ കാലത്ത് നടന്ന തട്ടിപ്പുകളൊക്കെ കോവിഡിൻ്റെ മറവിൽ നിശബ്ദമായി പോയി. 10 വർഷത്തിനിടയിൽ ഏറ്റവും അധികം അഴിമതി നടന്നിട്ടുള്ള ഒരു മേഖല തീർച്ചയായും ആരോഗ്യമേഖല തന്നെയാണെന്ന് തീർച്ചയാണ്. ആരോഗ്യമേഖലയുടെ ചുമതലക്കാരനായി എത്തിയിരിക്കുന്ന മന്ത്രി K മുരളീധരൻ ഇതിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അധികാരമേറ്റ് 1 മാസം തികയുന്നതിന് മുൻപ് ശ്രദ്ധേയമായ പല നേട്ടങ്ങളും കൈവരിച്ച ആരോഗ്യമന്ത്രി വിവാദങ്ങൾക്ക് പുല്ലുവിലയാണ് കൊടുക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രാജിവെച്ചു പോയതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷക്കാർ വലിയ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്ത് ശീലിച്ച ആ ഉദ്യോഗസ്ഥർ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോയതാണ്. മന്ത്രി ജോലി ചെയ്യുന്നത് നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി 12 മണി വരെയാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരും അങ്ങനെ പണിയെടുക്കണം എന്ന് മന്ത്രി ശഠിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? ആ ജീവനക്കാർ രാജിവെച്ചു പോയതും മന്ത്രിയോട് പിണങ്ങിയല്ല, സ്നേഹപൂർവ്വം ഒഴിഞ്ഞു പോയതാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ജീവനക്കാർ 24 മണിക്കൂറും പണിയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശസ്തനായിരുന്ന ഡോക്ടർ സുനിലാണ് പ്രൈവറ്റ് സെക്രട്ടറി. സുനിൽ ഉറങ്ങുന്ന സമയം ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ മുഖം നോക്കാതെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സുനിൽ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹപ്രവർത്തകർക്കെതിരെ പോലും നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് വിവിധ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഇതുവരെ സുഖിച്ചു ജീവിച്ച ഡോക്ടർ സുനിലിൻ്റെ സുഹൃത്തുക്കൾ പോലും സുനിലിനെതിരെ വ്യാജ പ്രചരണം നടത്തി ചാടിക്കാനുള്ള നീക്കത്തിലാണ്. പക്ഷേ ഇതൊന്നും കണ്ട് അനങ്ങുന്നയാളോ പേടിക്കുന്ന ആളോ അല്ല K മുരളീധരൻ. പറയാനുള്ളത് പറയേണ്ടതുപോലെ പറയും, ചെയ്യാനുള്ളത് ചെയ്യേണ്ടതുപോലെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോകുന്നവർക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ക്യൂ സിസ്റ്റമൊക്കെ മാറി ഇന്ന് ആളുകൾക്ക് സൗകര്യങ്ങൾ കൂടിക്കൂടി വരുന്നു. ഈ സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയുമ്പോൾ സ്വാഭാവികമായും ഇതുവരെ മടിയെടുത്ത് കൈക്കൂലി വാങ്ങി ജീവിച്ച ജീവനക്കാർക്കും ഡോക്ടർമാർക്കുമൊക്കെ അസ്വസ്ഥതയുണ്ടാവും. അവരത് അട്ടിമറിക്കാൻ നീക്കം നടത്തും. അത്തരം ശ്രമങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തി വിജയിച്ച പരീക്ഷണം മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തുന്നതിനൊപ്പം കഴിഞ്ഞ 10 വർഷം നടന്ന അഴിമതികളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മന്ത്രി മുരളീധരൻ. കഴിഞ്ഞ ദിവസം കോഴിക്കോട്, വയനാട് മെഡിക്കൽ കോളേജുകളിൽ സന്ദർശിച്ചപ്പോൾ ഞെട്ടലോടുകൂടി മന്ത്രി ഒരു കാര്യം കണ്ടെത്തി. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാതെ വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്നു. പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം മുടക്കി വാങ്ങിയവയും വിവിധ കേന്ദ്ര ഫണ്ടിൽ നിന്ന് വാങ്ങിയവയും കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയുടെ വളർച്ചയുടെ ഭാഗമായി സംഭാവന കൊടുത്തവയുമായ
കോടികളുടെ ഉപകരണങ്ങളാണ് ഈ മെഡിക്കൽ കോളേജുകൾ വെറുതെ തുരുമ്പിച്ച് കിടക്കുന്നത്. ഒരിക്കൽ പോലും പല ഉപകരണങ്ങളും ഉപയോഗിച്ച് കേടായാൽ അതിൽ ഒരു മുട്ടുസൂചി മാറിയിട്ടാൽ തീരുന്ന പ്രശ്നമാണെങ്കിലും അത് ചെയ്യാതെ മാറ്റിയിടും. അങ്ങനെ കോടികളുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെയോ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചോ മാറ്റിയിട്ടിരിക്കുന്നു. അവ പലതും തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നു. ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തിനാണ് പണം കൊടുത്ത് വാങ്ങുന്നത്? ഉപയോഗിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? സർക്കാർ ആശുപത്രികൾ മിക്കയിടങ്ങളിലും ആവശ്യത്തിന് ഉപകരണങ്ങൾ ഇല്ലാതിരിക്കവേ ആ ഉപകരണങ്ങൾ വാങ്ങാതെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ വാങ്ങിയത്? ഇതേക്കുറിച്ച് സമഗ്രമായ ഓഡിറ്റിങ്ങിനും അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുകയാണ് മന്ത്രി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ആവശ്യത്തിന് ജീവനക്കാരില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ, ആവശ്യത്തിന് മരുന്നില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ആവശ്യമില്ലാത്തത് എത്തിയത് എന്നതാണ് അന്വേഷണം. ഇടത് സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇടത് സർക്കാരിന്റെ ഗുസ്തി പിടിക്കാൻ ഇറങ്ങിയത് പോലും സർജറി ഉപകരണങ്ങളില്ലാത്തത് കൊണ്ട് മുടങ്ങുന്നത് കൊണ്ടാണ്. സർജറിക്ക് വേണ്ട ഉപകരണങ്ങൾ രോഗികൾ തന്നെ വാങ്ങേണ്ട സാഹചര്യമുള്ളത് കൊണ്ടാണ്. എന്നിട്ടും പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ വാങ്ങിയത് എന്നത് തന്നെയാണ് പ്രധാന അന്വേഷണ വിഷയം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നടത്തിയ മുഴുവൻ വാങ്ങലുകളെക്കുറിച്ചും അന്വേഷണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വാങ്ങിയ കോവിഡ് കിറ്റിന്റെ പേരിൽ അഴിമതിയും, ഏതാണ്ട് 550 രൂപയ്ക്ക് വാങ്ങാവുന്ന കോവിഡ് കിറ്റുകൾ 1550 രൂപയ്ക്ക് വാങ്ങിയത് എന്തിൻ്റെ പേരിലാണ്? ഈ കോവിഡ് കിറ്റുകൾ വാങ്ങാൻ കൊടുത്ത കമ്പനികൾ ആരാണ്? കഴക്കൂട്ടത്ത് പച്ചക്കറി കച്ചവടം നടത്തുന്നവരെങ്ങനെയാണ് കോവിഡ് കിറ്റിൻ്റെയും PPI കിറ്റിൻ്റെ സപ്ലയേഴ്സ് ആയത്? അടിമുടി അഴിമതിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ അഴിമതി അന്വേഷണം മുമ്പോട്ട് പോയാൽ തീർച്ചയായും ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിൻ്റെ ഇതുവരെ കാത്തു സൂക്ഷിച്ച ഇമേജ് നഷ്ടപ്പെട്ടെന്ന് വരാം. ഇന്നേ വരെ ഇമേജ് ഉണ്ടാക്കാൻ കഴിയാത്ത വീണ ജോർജിനെ പാതാളക്കുഴിയിലേക്ക് വീണു പോവേണ്ടി വരാം. ഇവരുടെ പിൻബലത്തോടെയാണോ ഉദ്യോഗസ്ഥ വൃന്ദം ഈ അഴിമതിയൊക്കെ നടത്തിയതെന്ന് അന്വേഷിക്കാൻ പ്രാഥമികമായി DMOമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ക്രമക്കേടുകളുടെ കൃത്യമായ ഓഡിറ്റിംഗ് പൂർത്തിയായാൽ വിജിലൻസിന് അന്വേഷണം കൈമാറാനും അഴിമതിക്കാരെ കൈവിലങ്ങ് വെച്ച് ജയിലിലടയ്ക്കാനും ദൃഢനിശ്ചയമെടുത്ത് മുമ്പോട്ട് പോവുകയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് ഈ തട്ടിപ്പുകാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ വലിയ പരിഷ്കാരങ്ങൾ പലതും ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു രോഗിയും നിലത്ത് കിടക്കേണ്ടതില്ല എന്ന പ്രഖ്യാപനമാണ്. അത് കേട്ടാൽ പലരും ചിരിക്കും. എങ്ങനെയാണ് നിലവിൽ മിക്ക രോഗികളും നിലത്ത് കിടക്കുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയുന്നതെന്ന്? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില വാർഡുകളിൽ അമിതമായി രോഗികൾ എത്തുന്നു. അവർക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്നു. ഒരു ബെഡിൽ 2 പേർ കിടക്കേണ്ടി വരുന്നു. ഇത് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അവസ്ഥ. എന്നാൽ മറ്റു ചില വാർഡുകളിൽ രോഗികളെ ഇല്ല. അവിടുത്തെ ഡോക്ടർമാർ ചുമ്മാതിരിക്കുമ്പോൾ ഇവിടെ ഡോക്ടർമാർ കഠിന പ്രയത്നം ചെയ്യുന്നു. രോഗികളെ വിതരണം ചെയ്യുകയാണ് പുതിയ സമ്പ്രദായം. തിരുവനന്തപുരത്ത് പുലയനാർകോട്ടയിൽ 500 ബെഡ് വെറുതെ കിടപ്പുണ്ട്. അവിടേക്കും വേണമെങ്കിൽ മാറ്റുമെന്ന് മന്ത്രി പറയുന്നു. അങ്ങനെ ആശുപത്രിയെ സമഗ്രമായി എടുത്ത് എവിടെയാണോ ബെഡ് ഒഴിവുള്ളത് അവിടേക്ക് ബെഡ് കൂടുതലുള്ള രോഗികളെ മാറ്റുക എന്നതാണ് പുതിയ നയം. ഇതിനോട് നിസ്സഹകരിക്കുകയാണ് ഡോക്ടർമാരും ജീവനക്കാരും. ഇതുവരെ സുഖിച്ചവർക്ക് അവിടെ സുഖിച്ചു കഴിയണം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പണിയെടുക്കണം. പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കെ മുരളീധരൻ. മുരളീധരൻ്റെ ഈ നീക്കത്തിൽ പിടഞ്ഞു വീഴാൻ പോകുന്നത് ശൈലജ ടീച്ചറും വീണ ജോർജുമാകുമെന്ന് തീർച്ച. പിണറായിയുടെ ശിങ്കിടികൾക്ക് വേണ്ടി അഴിമതിക്ക് കൂട്ടുനിന്ന വീണ ജോർജ് ഏറെ വെള്ളം കുടിക്കേണ്ടി വരും. അത്രമാത്രം അഹങ്കാരത്തോടെയാണ് വീണ ആരോഗ്യമന്ത്രി എന്ന പദവിയിൽ ആറാടി ജീവിച്ചത്. അതിനെല്ലാം അറുതി വരാൻ പോവുകയാണ് കെ മുരളീധരൻ്റെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ.